എന്തിനാണ് ബ്രാൻഡുകൾ ഇങ്ങനെയുള്ള ഫോണുകൾ ഇറക്കുന്നത് എന്നുള്ളത് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുള്ള കാര്യമാണ്. ചില ഫോണുകൾക്ക് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയും സന്തോഷമൊക്കെ ആയിരിക്കും. ചിലത് റിവ്യൂ ചെയ്യുമ്പോൾ അത് ചെയ്യണ്ടേ എന്ന് കരുതി ഇങ്ങനെ ബ്ലാ 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 എന്ന് പറഞ്ഞ് തീർത്ത് വേഗം ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരെണ്ണമാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റം. അതായത് നിങ്ങൾ 15,000 രൂപ താഴെ ഒരു നല്ല ഫോൺ നോക്കുകയാണെങ്കിൽ, നോർമലി റിയൽമിയുടെ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാർസോ 60X എന്ന ഫോൺ 14,500 ഓഫർ നോക്കിക്കഴിഞ്ഞാൽ 13,500 തന്നെ കിട്ടും. ആ ഫോൺ സാധാരണ ഒരു യൂസിന് നല്ല ഫോണാണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ കണ്ടു നോക്കാം. പക്ഷെ അതിന് പുറമെ ഇതെന്തിനാണ്? ഇതും ഒരു റിയൽമി ഫോണാണ്, 11X. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലം തൊട്ടേ പറഞ്ഞു വരുന്നൊരു കോമഡിയാണ് ഇതാ ഈ കാണുന്നത്. ഇതൊക്കെ തന്നെ ചെറിയ ഒരു പൊട്ടും കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വ്യത്യാസമുള്ള എന്തോ ഒരു പുതിയ മോഡൽ ഫോൺ ഇറക്കിയ പോലെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷോർട്ടാക്കി പറയാം, ഇത് കൂടുതലൊന്നും പറയാനില്ല, കാരണം നാർസോ 60Xൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഡിസൈൻ ഈ കാണുന്ന പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല, കണ്ടോ? ഇത് തന്നെയാണ് സംഭവം. 7.89 mm തിക്നെസ്, 190 ഗ്രാം വെയിറ്റ്, ഒരു വ്യത്യാസമില്ല. ഡിസൈനിലും ഡിസ്പ്ലേയുടെ സ്റ്റൈലിലും ഒന്നിലും വ്യത്യാസമില്ല. ക്യാമറയിൽ വ്യത്യാസമുണ്ട്. 64 MP ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നാർസോ 60X ആകുമ്പോൾ 50 MP ക്യാമറയാണ് മെയിൻ ക്യാമറ. വേറെ ഒരു വ്യത്യാസവുമില്ല. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതേ ബ്ലോട്ട് വയർ നിറഞ്ഞ UI, ഒരു വ്യത്യാസവുമില്ല. ഡയമൻസിറ്റി 6100+ എന്ന പ്രൊസസ്സർ, 5G ചിപ്പാണ്. BGMI ഒന്നും കളിക്കാൻ പറ്റില്ല, അതിൽ തന്നെ 60 Hz കിട്ടില്ല. അത് മാത്രമല്ല ഗൈറോ സപ്പോർട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഗൈറോ വെച്ചിട്ടുള്ള കളിയൊന്നും നടക്കുകയുമില്ല. പക്ഷേ ആ ബ്ലോട്ട് വയർസ് കണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് ക്ലീൻ ആക്കി എടുത്താൽ സാധാരണ യൂസിന് പറ്റിയ നല്ലൊരു ഫോണാണ്. 6.72 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ, അതിൽ കൊടുത്തിരിക്കുന്ന അതേ ഡിസ്പ്ലേ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. 4K HDR ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്റ്റീരിയോ സ്പീക്കർ ഇല്ല. ഉള്ള മോണോ സ്പീക്കർ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ലാത്തൊരു സൗണ്ട് എന്ന് പറയാം. ആ രീതിയിലുള്ളൊരു ഡിസ്പ്ലേ സെറ്റപ്പാണ്. കാണുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. 500 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസും 680 നിറ്റ്സിൻ്റെ HBM ടോട്ടലി ആ സെയിം ഡിസ്പ്ലേ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ പേര് റിയൽമി എന്നുള്ളത് ചുരണ്ടി കളഞ്ഞിട്ട് നാർസോ എന്ന് വെച്ചിട്ട് ഇറക്കിയിരിക്കുകയാണോ? എന്താണ് ചെയ്തിരിക്കുന്നത്? എന്തായാലും എനിക്ക് തോന്നുന്നത് ഇവർ ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഫോണിൽ ഇറക്കുന്നത്. സാംസങ്ങിൻ്റെ ഫോണുകൾ നമ്മൾ കാണാറുണ്ട്, F സീരീസ് ഫ്ലിപ്കാർട്ടിൽ, അതേ ഫോൺ തന്നെ ആമസോണിൽ വരുമ്പോൾ M സീരീസ്, അതേപോലെ തന്നെ വിവോയുടെ T സീരീസ്, ഐക്യൂവിൻ്റെ C സീരീസ്. എന്താണ് വ്യത്യാസം? റിയൽമിയുടെ നാർസോ സീരീസ്, റിയൽമിയുടെ നമ്പർ സീരീസ്, എന്താണ് വ്യത്യാസം? രണ്ടും സെയിം തന്നെ, പക്ഷേ രണ്ട് പ്ലാറ്റ്ഫോമിലാണ് ഇറങ്ങുന്നത്. ഇവിടെ ഒരു ഗുണമുള്ള കാര്യമുണ്ട്, അതായത് ഫ്ലിപ്കാർട്ട് ഈയിടെയായിട്ട് കസ്റ്റമേഴ്സിനോട് ഒരു തരത്തിലുള്ള മാന്യതയും കാണിക്കുന്നില്ല. ഒരുപാട് പരാതികളും കാര്യങ്ങളും നമ്മൾ കണ്ടുവരികയാണ്. അതുകൊണ്ട് ഫ്ലിപ്കാർട്ടിനെ ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. നിങ്ങൾ 15,000 രൂപ താഴെ ഒരു റിയൽമി ഫോൺ നല്ലത് നോക്കുന്നുണ്ടെങ്കിൽ, സാധാരണ യൂസാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഈ ഫോണുകൾ നല്ലതാണ്. ഇതിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലെ ഈ 11Xനെ അങ്ങോട്ട് ഒഴിവാക്കാം. എന്നിട്ട് ആമസോണിൽ നിന്ന് കിട്ടുന്ന നാർസോ എടുക്കാം. അതിൻ്റെ വീഡിയോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു 500 രൂപ കുറവുണ്ട്. ഇത് 15,000 രൂപയാണെങ്കിൽ അത് 14,500 ഉള്ളൂ. ഓഫറിൽ 13,500 കിട്ടും, കൂപ്പൺ ഓഫർ അടക്കം. അങ്ങനെ നോക്കുമ്പോൾ ബെറ്റർ വാല്യൂവിൽ നല്ല സെയിം ഫോൺ കിട്ടുകയും ചെയ്യും, ആമസോണിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ആമസോൺ അപ്പടി നല്ലതാണെന്നല്ല കേട്ടോ, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുമ്പോൾ ആമസോണിനെ ആശ്രയിക്കാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസിനാണ് പ്രാധാന്യം. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറയുന്നതിൽ കാര്യമുണ്ടോ, വസ്തുതയുണ്ടോ എന്നുള്ള കാര്യം എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. സത്യത്തിൽ ഇവരൊരു വല്ലാത്ത ടീമാണല്ലേ. അതായത് വിവോ, ഓപ്പോ, OnePlus, IQ, റിയൽമി, ഇതെല്ലാം ഒറ്റ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു വകതിരിവ്. അതായത് റിയൽമി എന്ന് പറയുമ്പോൾ റിയൽമി എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഇറക്കുന്നു, നാർസോ എന്ന് പറഞ്ഞിട്ട് വേറൊന്നും ഇറക്കുന്നു. ഇത് രണ്ടും ഒന്നാണ്. ബേസിക്കലി ഇവരൊക്കെ ഒന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു ഐഡിയ നോക്കണം. പല പേരിൽ പല സെറ്റപ്പ് ഉണ്ടാക്കി വിറ്റ് കാശ് ഉണ്ടാക്കാനുള്ള, അതിൻ്റെ ഇടയിൽ ഫാൻസിൻ്റെ ഡയലോഗ്സ് വേറെയും. വിവോ കൊള്ളൂല, വിവോയുടെ സർവീസ് മോശം, അല്ലെങ്കിൽ IQ കൊള്ളൂല, അങ്ങനെ റിയൽമിയാണ് നല്ലത്, അല്ലെങ്കിൽ OnePlus ആണ് നല്ലത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ ഫാൻസ് ഇവിടെ തല്ലൂടുക. ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം ഉണ്ടാക്കി വിട്ടിട്ട് മുകളിലിരുന്ന് കാണുക VVKയുടെ ടീം. അവന്മാർ കൊള്ളാമല്ലേ എന്തായാലും. അതൊക്കെ പിന്നെയും സഹിക്കാം, ബ്രാൻഡ് ഉണ്ടാക്കുന്നത് പിന്നെയും സഹിക്കാം. പക്ഷെ ഒരു ബ്രാൻഡിൻ്റെ ഉള്ളിൽ തന്നെ 2 പേരിട്ട് ഫോൺ ഇറക്കുന്ന പരിപാടിയൊക്കെ കുറച്ച് ഓവറല്ലേ. സോ അപ്പോൾ ഇങ്ങനെയുള്ള ഫോണുകൾ വാങ്ങിക്കാൻ പോകുമ്പോൾ എന്തായാലും നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം വാങ്ങിക്കുക. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നാർസോ 60Xൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. സോ വീണ്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു പോയിന്റും ഇല്ല. സോ ഇതിനെക്കുറിച്ച് 11Xനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നാർസോ 60X പോയി കണ്ടു നോക്കാം. എന്താണ് നിങ്ങൾ ഇത്തരം പ്രവണതകളെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.